ഇങ്ങോട്ട് നീങ്ങിട്ട് അവിടെ ചേച്ചിക്കിരിക്കണം. ഞാൻ സൈഡിലായിരിക്കുന്ന, ചേച്ചി ഇങ്ങോട്ട് നീങ്ങി കൊടുക്ക്. ആഹാ, എനിക്ക് സൈഡിലിരിക്കണം. എന്നാ എനിക്ക് സൈഡ് വേണം. നീ കൊച്ച, നീ നടക്കിരുന്നാ മതി. ആഹാ, ഞാൻ കൊച്ചൊന്നാളെ. ഇന്നലെ ടീച്ചർ പറഞ്ഞല്ലോ എനിക്ക് നല്ല പൊക്കം വെച്ചെന്ന്. അടങ്ങിയിരുന്നില്ലെങ്കിൽ രണ്ടിനും കിട്ടും പറഞ്ഞേക്കാം. എന്താ പ്രഭ ഇത്? അവൻ നിന്റെ അനിയനല്ലേ? നിനക്കൊന്ന് വിട്ടുകൊടുത്ത എന്താ? എല്ലാവർക്കും എന്നോടോ ദേഷ്യം, ആർക്കും എന്നെ കണ്ടൂടാ. ഉണ്ണിക്കും ചേച്ചിക്ക് എന്തു ആവാം. നീ കരയണ്ട, സൈഡിൽ തന്നെ ഇരുന്നോളൂ. ഞാൻ നടുക്കിരുന്നോളാം, പോരെ? അമ്മേ, ഞാൻ അമ്മയുടെ ബാഗിൽ നിന്ന് 10 രൂപ എടുത്തിട്ടുണ്ട്. ശരി. റെക്കോർഡിനെന്നും പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയല്ലേ നീ 200 രൂപ വാങ്ങിച്ചത്? അയ്യോ മുത്തശ്ശി, അത് കെമിസ്ട്രി റെക്കോർഡല്ലേ, ഇത് ഫിസിക്സ്. ആ കുന്തത്തിന്റെ പേര് നീ അന്ന് പറഞ്ഞതാ. അന്ന് പറഞ്ഞ ഫിസിക്സ് വേറെ, ഈ ഫിസിക്സ് വേറെ. അതുകൊണ്ടാ. ഒരു പേരിൽ തന്നെ 2 വിഷയമുണ്ടോ? പിന്നില്ലേ. ഇതിനാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തലമുറ കോളേജ് പാത്തിന്റെ ഫലം ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നു. നിന്റെ അച്ഛൻ സിംഗപ്പൂരിലെ എസ്റ്റേറ്റിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയാ. ആ ഓർമ്മ വേണം. ചോദിക്കുമ്പോഴൊക്കെ രൂപ എടുത്തു വന്ന് ഞാൻ നിന്നെ ചീത്തയാക്കുന്നെന്നാ അവൻ പറയുന്നത്. എന്റെ അച്ഛൻ മുത്തശ്ശിയുടെ മകനല്ലേ? അതെ. പിന്നെ എങ്ങനെ വിവരം ഉണ്ടാകാനാ? അത് ശരിയാ. എന്താടാ നീ പറഞ്ഞത്? എനിക്ക് വിവരമില്ലെന്നോ? നിന്നെ ഇനി ഞാൻ ശരിയാക്കുന്നുണ്ടടാ. അധികം മുത്തശ്ശി പ്ലീസ്, ആ പൈസ കൊടുത്ത ഞാനിപ്പോ തുടരും. കൊള്ളാമടാ, ഇന്ന് ഞാൻ ശരിയാക്കണം. ഇവിടെ വരാ. ആദ്യം പ്രേംനസീർ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ജയഭാരതി മരത്തിന്റെ പുറയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു. എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തന്നിട്ട് പോടേ അമ്മ, വല തരണേ അമ്മ, അമ്മ വല തരണേ, എന്തെങ്കിലും തന്നിട്ട് പോടേ അമ്മ. പൈസ. അയ്യോ പാവം, കുഷ്ഠരോഗിയാണെന്നാ തോന്നുന്നേ. വാണ്ടി നമുക്ക് പോവാം, ഇത് പകർച്ചവ്യാധിയാ. ആ ഹൃദയം തന്നിട്ട് പോണേ കരുണയുള്ളവളെ. മിസ്റ്റർ സുനിൽ, ഞാൻ കരുണയില്ലാത്തവളും സദാ ചെരുപ്പ് ധരിക്കുന്നവളും ആകുന്നു. മേലിൽ വഴിയിൽ നിന്നിങ്ങനെ വിളച്ചിൽ കാണിച്ചാൽ ചെരുപ്പ് കരണത്ത് വീഴും. വെറുതെ വയസ്സ് കാലത്താ മുത്തശ്ശിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത് കേട്ടോ. നിർത്തേ. ഇവള് വളയുന്ന ലക്ഷണമില്ലല്ലോ. നോക്കാം.